കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി. സുഭാഷിതം. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഹിസ് മദർ സെഡ് ടു ദ സെർവൻസ്, വാട്ട് എവർ ഹി സേസ് ടു യു ഡു ഇറ്റ്. ഈ അമ്മയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ്. മറ്റു സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതും യേശു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ കാനാവിൽ വെച്ച് ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ സംഭവമാണ് ഇതിൻ്റെ പശ്ചാത്തലം. കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഈ കല്യാണത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ അമ്മ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപക്ഷെ ഈ കല്യാണം അവരുടെ ഏതെങ്കിലും അടുത്ത ചാർച്ചക്കാരുടെയോ അല്ലെങ്കിൽ അടുത്ത മിത്രങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയോ ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. യേശുവിൻ്റെ അമ്മ ഈ കല്യാണ വീട്ടിൽ ഒരു മുഖ്യമായ സ്ഥാനം വഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കല്യാണ വീട്ടിലെ ഇല്ലായ്മ അവൾ അറിഞ്ഞു. വിവാഹ വീട്ടിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മറിയയ്ക്ക് വളരെ വിഷമം തോന്നിക്കാണും. ആതിഥേയൻ മതിയായ ആതിഥ്യം നൽകുന്നതിൽ പരാജയപ്പെടുവാൻ പോകുന്നു. സമൂഹത്തിൽ ഈ കുടുംബത്തിന് വളരെ അപമാനമാകുന്ന കാര്യമാണത്. യേശുവും ശിഷ്യന്മാരും കല്യാണ വീട്ടിലെത്തിയപ്പോൾ പ്രശ്ന പരിഹാരത്തിനായി മറിയ യേശുവിൻ്റെ അടുക്കലെത്തി. തൻ്റെ മകൻ ആരാണെന്നുള്ള ബോധ്യം അവൾക്കുണ്ട്. തൻ്റെ മകനെക്കുറിച്ച് ദൈവം അരുളി ചെയ്ത വാക്കുകളും വചനങ്ങളും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാനായി എത്തിയപ്പോൾ നീതിമാനും ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്ന ശിമിയോൻ മറിയയോട് പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 34-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ശിമിയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. കല്യാണ വീട്ടിലെ പ്രതിസന്ധിയിൽ യേശുവിന് നിശ്ചയമായി ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്ന് മറിയ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവൾ യേശുവിനോട് പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മറുപടി കർത്താവിൽ നിന്ന് ലഭിച്ചതായി തോന്നുന്നില്ല. യാതൊന്നും പ്രതികരിക്കാതെ ശുശ്രൂഷക്കാരോട് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. മറിയയുടെ സമയത്തല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നാം പ്രാർത്ഥനയിൽ യാചിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ തന്നെ മറുപടി കിട്ടണമെന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നും നാം ആഗ്രഹിക്കാറുണ്ട്. യേശു പറഞ്ഞത് ശുശ്രൂഷക്കാർ അതുപോലെ അനുസരിച്ചു. കൽപാത്രങ്ങളിൽ വക്കോളം വെള്ളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്നവൻ പറഞ്ഞു. ശുശ്രൂഷക്കാർ യേശു പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ചു. അവരും യേശുവിനെ ചോദ്യം ചെയ്യാതെ വിശ്വാസത്തോടെ തന്നെ പ്രതികരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശു കൽപ്പിക്കുന്നത് ചെയ്താൽ വെള്ളം വീഞ്ഞായി പരിവർത്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിവർത്തനമുണ്ടാകും. യേശു എന്തു പറഞ്ഞാലും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാൻ മനസ്സുണ്ടോ? യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യേശുവിൻ്റെ വാക്കുകൾ അതുപോലെ അനുസരിച്ച് ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ആ വെള്ളം വീഞ്ഞായതുപോലെ ഞങ്ങളിലും രൂപാന്തരമുണ്ടായി അനേകരെ സന്തോഷിപ്പിക്കുന്നതും രുചിപ്പിക്കുന്നവരുമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമിന്ന്, മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ
മുന്തിരി